മഹിമ സ്വപ്നയുടെ കുഞ്ഞിനെ കൊന്നപ്പോ തന്നെ ഗോപാൽജിയോട് പറഞ്ഞ് അവളെ തട്ടിക്കളയണമായിരുന്നു. മഹിമ പോയാ മഞ്ജുവിന്റെ ധൈര്യം ചോർന്നു പോവും. അതോടെ ചേച്ചി അനിയത്തിയും കൊണ്ടുള്ള ശല്യം തീർന്നേനെ. എന്റെ മോളെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായോ? ഈ നാട്ടുകാരുടെ മുന്നിൽ അവൾക്ക് തല താഴ്ത്തി നടക്കേണ്ടി വരും. എല്ലാത്തിനും കാരണക്കാരി നീയാ. ഈ വീട്ടിൽ കാലെടുത്തു വെച്ച അന്നു മുതൽ തുടങ്ങിയതാ ഇവിടുത്തെ പ്രശ്നങ്ങൾ. മാധവൻ സാറിന്റെ മക്കള് ആദർശമുള്ളവരാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് സ്വപ്നയെ കള്ളക്കേസി കൊടുക്കാൻ നിനക്കൊരു മടിയും തോന്നിയില്ലേ മഞ്ജു? ഇല്ല. സ്വപ്നയെ പോലുള്ളവരെ നേർവഴിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടും. അവളെ നേരിടണമെങ്കിൽ അവളെ പോലെ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ കള്ളക്കേസിൽ കുടുക്കിയത്. എന്റെ മുന്നിൽ നിന്ന് എന്റെ മോളെ ചതിച്ചെന്ന് പറയാൻ നിനക്ക് എവിടുന്നാടി ധൈര്യം കിട്ടിയത്? നിന്നെ ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങാറുള്ളൂ. ഇത്രയും കാലം അമ്മയോട് എനിക്കുണ്ടായിരുന്ന ബഹുമാനം കാരണോ ഞാൻ അമ്മയോട് പ്രതികരിക്കാതെ നിന്നത്. എന്ന് കരുതി ഒരു കാര്യമില്ലാതെ എന്റെ ദേഹത്ത് കൈവച്ച ഞാൻ പ്രതികരിക്കുന്നതേ ഒരു പോലീസുകാരിയായിട്ടായിരിക്കും. മഞ്ജു, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് എന്തെങ്കിലും ബോധമുണ്ടോ? കുറച്ചുകൂടി ബഹുമാനമാവാം. ഇനി അർഹിക്കാത്തവരെ ബഹുമാനിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. മഞ്ജു, എന്താ നിന്റെ ഉദ്ദേശം? സ്വപ്നയെ ചെയ്യാത്ത തെറ്റിന് അറസ്റ്റ് ചെയ്യിച്ച് മഹിമയ്ക്ക് സംഭവിച്ചെല്ലാം ശരിയാവോ? ഇല്ല. മഹിമയാണ് സ്വപ്നയുടെ കുഞ്ഞിനെ കൊന്നതെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ എല്ലാവരും അവളെ എത്രമാത്രം ശപിച്ചതാ. അപ്പോഴെല്ലാം അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞതാ അവള് നിരപരാധിയാണെന്നും സ്വപ്ന പ്രഗ്നന്റ് അല്ലായിരുന്നു എന്നും. പക്ഷെ ഞാൻ സ്വപ്നയുടെ നാടകം കണ്ടങ്ങ് വിശ്വസിച്ചു പോയി. എന്റെ സ്വന്തം അനിയത്തെ തള്ളി പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് പ്രധാനമായും കാരണക്കാരി സ്വപ്ന തന്നെയാണ്. എന്റെ സ്ഥാനത്ത് ഗിരിയണ്ണായിരുന്നെങ്കിൽ അവളോട് എങ്ങനെ പ്രതികരിക്കും? എന്തായാലും അതിനേക്കാളും മാന്യമായിട്ടാണ് ഞാൻ പ്രതികരിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തുറപ്പുണ്ടെന്ന്? നിനക്ക് അവൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്നോട് വേണം വന്ന് പറയാൻ. ഞാൻ അവളെ വിളിച്ച് അർഹിക്കുന്ന ശിക്ഷ കൊടുത്തേനെ. സ്വപ്ന പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നാടകം കളിക്കാൻ തുടങ്ങിയത് മുതൽ എല്ലാ സത്യവും അറിയാവുന്ന ഒരേ ഒരാൾ അമ്മയായിരുന്നു. അവള് പറഞ്ഞ നുണ കാരണം കുടുംബക്കാരും കൂട്ടുകാരും തമ്മിലടിക്കുന്നത് കണ്ടിട്ടും അമ്മ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ ഒരാളിൽ നിന്നും എന്ത് നീതി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ടേ? സ്വപ്ന കാണിച്ചു കൂട്ടിയതിലെല്ലാം അവളെ പോലെ തന്നെ അമ്മയ്ക്കും പങ്കുണ്ട്. പ്രായത്തെ ബഹുമാനിക്കുന്നോണ്ട് മാത്രാ ഞാൻ അമ്മയ്ക്കെതിരെ ഒന്നും ചെയ്യാത്തത്. അമ്മേ മതി, മഞ്ജു പറഞ്ഞാലും കാര്യമുണ്ട്. ഈ പ്രശ്നമല്ല ഉണ്ടായതിൽ അമ്മയ്ക്കും തുല്യമായ പങ്കുണ്ട്. നീ സ്വപ്നയെ ശിക്ഷിക്കാനല്ലേ ഉദ്ദേശിച്ചത്? അവളിപ്പോ സെല്ലിൽ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. അവള് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി മതിയാക്ക. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറ. ഒരു വഴിയുമില്ല. മയക്കുമരുന്ന് കേസല്ലേ, കുറച്ചു ദിവസം അകത്ത് കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാ ജാമ്യം കിട്ടും. എന്റെ മോളെ ജയിലിലേക്ക് അയച്ചാ നിനക്ക് സമാധാനം കിട്ടോ? ഇല്ല, അവക്കേ ഇതൊന്നും കിട്ടിയാ പോരാ.
പക്ഷേ തൽക്കാലം ഇത്രയും മതി. എന്തായാലും ജയിലിലെ ആൾക്ക് കമ്പനി കൊടുക്കാൻ മഹിമയുണ്ടാവും. ഞാൻ കൊടുത്തതിന്റെ ബാക്കി അവള് കൊടുത്തോളൂ. നീ നിന്റെ അനിയത്തിയും കൂടി എന്റെ മോളെ കൊല്ലോ? ഇല്ല, അത്രയും ക്രൂരത മാധവന്റെ മക്കള് ചെയ്യില്ല. പക്ഷേ സ്വപ്ന കളിച്ച എല്ലാ നാടകങ്ങൾക്കും ഉള്ള കൂലി അവൾക്ക് കിട്ടും. മണിമാളികയിൽ സുഖിച്ച് ജീവിച്ച അവൾക്ക് ഇനി കുറച്ചു കാലം സെല്ലിലെ സിമന്റ് തറയിൽ കിടക്കാം. എടാ, അവള് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? നീ എന്താടാ എല്ലാം കേട്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ നിൽക്കണം? മഞ്ജു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി സ്വപ്ന ആരെയും ഉപയോഗിക്കാൻ മടിക്കില്ല. അമ്മയെ പോലും അവള് ഭീഷണിപ്പെടുത്തിയില്ലേ? ഇല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ കാര്യം അമ്മ എന്നോടെങ്കിലും പറഞ്ഞേനെ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലുമ്പോ സൂക്ഷിക്കണം. ഉണ്ടാകാൻ പോകുന്ന നാണക്കേടിന് കയ്യും കണക്കും ഉണ്ടാവില്ല. എടാ, അവള് നിന്റെ പെങ്ങളാ. ആ പെങ്ങള് കള്ളസാക്ഷി പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത് അമ്മ മറന്നോ? ഇപ്പൊ അമ്മ ശപിച്ച എന്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിലിനകത്ത് തന്നെ കിടക്കേണ്ടി വന്നേനെ. എനിക്ക് സ്വപ്നയെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് ഞാൻ മഞ്ജുവിനെ ഒരിക്കലും തള്ളി പറയില്ല. മഞ്ജു ഗിരിയെ കുടുംബത്തിൽ നിന്ന് അകറ്റുക ചെയ്യുന്നേ. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓ, എന്തൊരു ജാട. എന്തായാലും മഞ്ജുവിനെ ഈ വീട്ടിലാരും ഇനി കുറച്ചു നാളത്തേക്ക് തലയേക്കേറ്റി വെക്കില്ല. അത് മതി. ഞാൻ എന്റെ സ്ഥാനം പിടിച്ചെടുത്തോളാം. അല്ലേ? വക്കീലോ? ആവാതെ നിവൃത്തിയില്ലല്ലോ. ഇവിടെ എല്ലാരും അമ്മയുടെ സീരിയൽ ടിവിയിൽ കാണാറുണ്ട്. ഞാൻ ഗൗരിയമ്മയുടെ മരുമകളാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. ഞാൻ അമ്മയോട് പറയാം. പിന്നെ തനിക്ക് ഞാൻ കുറച്ച് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, എല്ലാവർക്കും കൊടുക്കണം. എന്താ വിശേഷിച്ച്? വക്കീല് ചാർജ് എടുക്കാണോ? ഹേയ്, ട്രെയിനിങ് കഴിയാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോഴേക്കും താൻ എന്തായാലും പുറത്തിറങ്ങും. ഈ സ്വീറ്റ്സ് അതിനു വേണ്ടിയല്ല, വേറൊരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താ? വൈകാതെ ജയിലിലേക്ക് താൻ ആഗ്രഹിച്ചൊരു അതിഥിയെ കൂടി കിട്ടും. ആരാ? സ്വപ്ന. ആടോ, സ്വപ്നയെ പോലീസ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തു. തെളിവുകളെല്ലാം അവൾക്കെതിരാ. ഇത് രണ്ടാമത്തെ വട്ടം പിടിക്കുന്നോണ്ടേ അവളെ ജയിലിലയക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഗോപാലിന്റെ മരുമകളായതിനു ശേഷം അവളെന്തിനാ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്നത്? സ്വപ്നയെ കേസിൽ കുടുക്കിയതാ. ഇത് ഞാൻ കൊടുക്കുന്ന പണി പോലെ ഉണ്ടല്ലോ. ഇതാരാ? സ്വപ്നയ്ക്ക് എന്നെ പോലെ മറ്റൊരു ശത്രു? ഇനി ശാലിനിയാണോ? നാട്ടുകാരിൽ പലരെ അങ്ങനെ വിശ്വസിച്ചാ നടക്കുന്നത്. എന്തിന് സ്വപ്ന പോലും ആദ്യം ശാലിനിയെ സംശയിച്ചത്. അവളല്ലെങ്കിൽ പിന്നെ ആരാ സ്വപ്നയ്ക്ക് ഇത്രയും നല്ലൊരു പണി കൊടുത്തത്? മഞ്ജു.